നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന് സനദ് വേണം, അത് ഉറപ്പുവരുത്തണം, അതിന് ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നൊക്കെ പറയുന്ന വഹാബി എന്ത് പറയുന്നു? ഹജറുൽ അസ്വദിന്റെ കാര്യം വന്നപ്പോ അതിനുള്ള ഉറപ്പ് എന്താന്ന് വെച്ചപ്പോ ഉറപ്പില്ലെങ്കിൽ അതവിടെ വെക്കുവോന്നാണ്. ഇനി ഞാൻ അപ്പൊ പറഞ്ഞ അന്ന് അത് സംസാരിച്ചപ്പോ കേൾക്കാത്ത ആളുകളുണ്ടോ ഇതില്? ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് പറയുന്ന നിർബന്ധമാണ്. ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ റൂമിൽ ഇല്ലാത്ത ആളുകളൊന്ന് എസ്സടിക്കുക. ഇത് കുറച്ച് ദിവസം മുമ്പാണ്. ഒരുപാട് ആളുകളുണ്ടല്ലേ സുഹൃത്തുക്കളെ. ഞാനത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാല് നല്ല ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങള്. ഞാനത് പറയാൻ കാരണം ഷിയാക്കളെ കൂട്ടത്തില് ഷിയാക്കളിൽ ഒരു വിഭാഗമായ കറാമിത്ത എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. ഷിയാക്കൾ ഒരുപാട് വിഭാഗങ്ങളാണ്. അന്ന് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോ ഈദുൽ ഖദീർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ആഘോഷം ഹിജറ 317 ഒന്ന് എഴുതി വെച്ചോളി, മറക്കണ്ട. 317 മക്കയെ ആക്രമിക്കുകയും ഒരുപാട് ഹജ്ജിന് വന്ന ആളുകളെ, ഹജ്ജിന് വരുന്നവരെ വഴിയിൽ വെച്ച് കൊള്ള ചെയ്യുകയും കൊലപ്പെടുത്തുകയും ആ വർഷം ഹജ്ജിന് വന്നിരുന്ന ഹാജിമാരെ അറുകൊല നടത്തി. ചരിത്രം പറയുന്നത് ഏകദേശം 17,000-ഓളം ഹാജിമാരെ ആ ഷിയാക്കൾ അന്ന് കൊന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, തമാശല്ലത്. ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തവാഫ് ചെയ്തുകൊണ്ടിരുന്ന, ഹജ്ജിന് വന്നുകൊണ്ടിരുന്ന ഹാജിമാരെ എത്ര 17,000, അതിൽ കൂടുതലാണെന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ കുറഞ്ഞ ചരിത്രത്തിൽ വന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറഞ്ഞ എണ്ണമാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ ആണെന്ന് രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാരുണ്ട്. 17,000 പേരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഷിയാക്കളിലെ തീവ്രവാദികൾ അന്ന് കൊന്നിട്ടുണ്ട്. അവർ വധിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുടെ, ഹാജിമാരുടെ മയ്യിത്തുകള് അന്ന് അവര് സംസം മൂടിയിരുന്ന ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, ഒരു കുബ്ബ. അത് വലിച്ച് തകർത്ത് പുറത്ത് കളഞ്ഞിട്ട് സംസം കിണറ്റിലാണ് ഈ മയ്യിത്തുകൾ ഒന്നായിട്ട് അവർ കൊണ്ടിട്ടത്. കുറെ അവരക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അന്ന് കഅബ ഷരീഫിന്റെ വാതില് കൊത്തിപ്പൊളിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഹജറുൽ അസ്വദ് അവര് കൊത്തിപ്പറിച്ച് പൊളിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? അവര് കൊണ്ടുപോയി. ഒരു വെല്ലുവിളിയായിട്ടാണ് കേട്ടോ, ഒരു വെല്ലുവിളിയായിട്ടാണ്. അതിനെ ആദരിക്കുന്നവര് അന്നിലക്ക് കൊണ്ടുപോകല്ല, വെല്ലുവിളിയായിട്ടാണ്. അബ്രഹത്ത് വന്നപ്പോൾ അബാബീൽ പക്ഷികൾ വന്ന് നശിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? എവിടെ അബാബീൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? എവിടെ അബാബീൽ ഉണ്ടെങ്കിൽ കാണട്ടെ എന്നുള്ള വഹാബികളുടെയും മൗദൂദികളുടെയൊക്കെ പുത്തനാശയക്കാരുടെയും ഇപ്പോൾ ചേളാരിക്കാരുടെയും മാതിരിയുള്ള വെല്ലുവിളി വാദം നടത്തിയിട്ടാണ് എന്ത് ചെയ്തത്? അവരന്ന് കഅബ ആക്രമിച്ചതും ഹജ്ജിന് വന്നിരുന്ന ഹാജിമാരെ കൊന്നൊടുക്കിയതുമെല്ലാം. അന്ന് അവര് ആ കല്ല് കൊണ്ടുപോയി കഅബ ഷരീഫിന്റെ വാതിൽ കൊണ്ടുപോയി. കഅബയുടെ മേലെ കയറിയിട്ട് ഒരുത്തൻ കഅബ ഷരീഫിന്റെ മീസാബ്, അതിന്റെ പാത്തി അടിച്ച് തകർക്കാൻ വേണ്ടി മേലെ കയറിയപ്പോൾ അവിടെ നിന്ന് അവൻ തലകുത്തി വീണ് ഓനവിടെ കഴുത്തൊടിഞ്ഞ് മരിക്കുകയും ചെയ്തു, ചാവുകയും ചെയ്തു. പക്ഷെ ഈ കല്ല് കൊണ്ടുപോയിട്ട് പിന്നെ ആ കല്ല് തിരിച്ചു കിട്ടിയില്ല. അടുത്ത കൊല്ലം കിട്ടിയില്ല, പിറ്റത്തെ കൊല്ലം കിട്ടിയില്ല. അക്കാലത്ത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും പലജാതി പ്രയാസങ്ങളും ഛിദ്രതകളും ഇസ്ലാമിക ഗവൺമെന്റുകളുടെ ശക്തി ക്ഷയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഇന്നത്തെ മാതിരിയുള്ള സംവിധാനങ്ങൾ അന്നില്ലല്ലോ. പെട്ടെന്ന് ഓടിയെത്താനും സൈന്യത്തെ അയക്കാനും മറ്റൊന്നുള്ള അങ്ങനെ
ഇവർ ഈ കല്ല് കൊണ്ടുപോയി. ഇവർ വളരെ ശക്തന്മാരായിരുന്നു, ഇവർക്ക് ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോ മുസ്ലിം ലോകത്ത് നടക്കുന്ന കുഴപ്പങ്ങൾക്ക് പിന്നില് ഈ പറഞ്ഞ ഈ വിഭാഗം, ഷിയ വിഭാഗവും അതുപോലെ തന്നെ അബ്ദുള്ള വടക്കാങ്ങരയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദി ആശയക്കാരായ ആളുകളാണെന്നുള്ളത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ലോകത്തിനൊക്കെ മനസ്സിലായിട്ടുള്ളതുമാണ്. ഏതാവട്ടെ, അവരത് കൊണ്ടുപോയിട്ട് കഅബ ഷരീഫിന്റെ മൂലയിൽ പിന്നെ കല്ലില്ല. ഹജ്ജിന് വരുന്നവർക്ക് മുത്താനോ പിറ്റത്തെ കൊല്ലം മുതൽ ഹജ്ജിന് വരുന്നവർക്ക് തൊട്ടുമുത്താൻ ഹജറുൽ അസ്വദ് ഇല്ല. എത്ര കൊല്ലം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയോ? എത്ര കൊല്ലം? 17 ഹിജറ 317 ആ കല്ല് ഇവർ കൊണ്ടുപോയിട്ട് 22 കൊല്ലം 22 കൊല്ലം കേട്ടാ. എത്ര കൊല്ലം? 39-ലാണെന്ത് 317 പിന്നെ 339-ലാണ് പിന്നെന്ത് ചെയ്യണത്? കഷ്ണങ്ങളായിട്ട് കിട്ടുന്നത്. 22 കൊല്ലക്കാലം അബ്ദുള്ള, നിങ്ങൾ ടെസ്റ്റിനുള്ള പിന്നെ ഇങ്ങനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താണ് അബ്ദുള്ള അങ്ങനെ ഈ കുട്ടികളെ പോലെ? അദ്ദേഹത്തിനുള്ള ടെസ്റ്റിന് ഞാൻ ഡോട്ട് കൊടുത്താണ് കേട്ടാ, ക്ഷമിക്കണം എല്ലാവരും. 22 കൊല്ലക്കാലം കഅബയുടെ മൂലയിൽ കഅബയിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല. മനസ്സിലായ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ? 22 കൊല്ലക്കാലം കഅബ ഷരീഫിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായോ? പിന്നീട് ഇപ്പൊ ഉള്ളത് എങ്ങനെയാണുള്ളത്? 8 ചെറിയ കരിങ്കല്ലിന്റെ കറുത്ത കഷ്ണങ്ങളാണ് അതുള്ളത്. അവര് മറ്റു മുസ്ലിം രാജാക്കന്മാര് ആ വിഭാഗത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് പുറപ്പെടുന്നു കണ്ടപ്പോൾ അവര് ഹജറുൽ അസ്വദാണെന്ന പേരിൽ അവരൊരു കല്ല് കൊടുത്തു. മനസ്സിലായോ? അത് അവര് തന്നെ പൊട്ടിച്ചതാണെന്നും അല്ല വീണ് പൊട്ടിയതാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. എന്താണെങ്കിലും അവർ 22 കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചു നൽകിയത് മുമ്പുണ്ടായിരുന്ന ഹജറുൽ അസ്വദാണെന്ന് ഉറപ്പുവരുത്താൻ ഒരു മാർഗവുമില്ല. അതാപ്പൊ ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായ നിങ്ങൾക്ക്? അതിന്റെ സനദില്ല. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ശ്രോതാക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായവരൊക്കെ നെസടിക്ക്, അല്ലാതെ വെറുതെ ചോദിച്ചതല്ല നമ്മളിത്. മനസ്സിലായോ? വഹാബികളും അവരോടൊത്ത് തോളൊരുമിക്കൊണ്ട് ചേളാരിക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകൾ അത് മാനിക്കാനും ബർക്കത്തെടുക്കാനും ഉറപ്പുവരുത്തണം, സനത് വേണം, ആധുനിക ടെസ്റ്റുകൾ നടത്തണം എന്ന് പറയുന്നവർ 8 ചെറിയ കല്ലിന്റെ കഷ്ണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കഅബയുടെ മൂലയിൽ കാണുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്. ഒരു കല്ലല്ല, 8 പീസാണ്. അത് അതിന്റെ ചിത്രം വലുതാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അതിന് വെള്ളിന്റെ കവർ ഇട്ടിരിക്കുകയാണ്. 17-ലാണ്. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്ന് വെച്ച് ഹിജറക്ക് ശേഷമാണോ? മാഷാ അല്ലാ, നല്ലാത്ത ചോദ്യമാണ് കേട്ടാ. ഹിജറ 317-ലാണ് അത് ശത്രുക്കൾ ഷിയാക്കൾ കൊണ്ടുപോയത്. ഷിയാക്കളിൽ തന്നെ തീവ്രവാദികളായ കഅബയെ ആദരിക്കാത്ത, കഅബയിൽ പിന്നെ ഹജറുൽ അസ്വദിൽ വിശ്വാസമില്ലാത്ത ഒരു വിഭാഗം, ഖറാമിത്ത എന്നാണ് അവർക്ക് പറയാ. അതിന്റെ ഒരു ഭാഗമാണ് പിൽക്കാലത്ത് നിലവിൽ പിന്നെ ഉള്ള ഇപ്പൊ ഇസ്മായിലിയാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് ഷിയാക്കളിൽ. അതിന്റെ പക്ഷെ അവരുടെ എല്ലാ വാദവും ഇവർക്കില്ല എന്നാണെങ്കിലും. അപ്പൊ തിരിച്ചു കിട്ടിയത് അത് അവിടെ മതാഫിൽ വീണിട്ട് പൊട്ടിയത് കഷ്ടായിട്ടാണെന്നും അല്ല, SK-ക്കാര് അവര് ബോംബെയിൽ നിന്ന് അവർക്ക് ലഭിച്ച മുടിയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ, ആവശ്യപ്പെട്ടപ്പോൾ അത് ഒറിജിനൽ കൊടുക്കുന്ന, അവർക്ക് കിട്ടിയത് കൊടുക്കുന്നതിന് പകരം അവരുടെ ഓഫീസ് ജോലിക്കാരിയായ ഏതൊരു അമ്മു എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ മുടി തിരിച്ചു കൊടുത്തതുപോലെ
ഹജറുൽ അസ്വദിന് പ്രത്യേക ഒപ്പും സീലും ഒന്നും ഇല്ലല്ലോ അള്ളാന്റെ റസൂലിന്റെ അതിമേല്. ഒരു കറുത്ത കല്ലാണ്, കറുത്ത ഒരു കല്ല്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിമേല് വേറെ ഒപ്പും സീലും ഒന്നുമില്ല. മനസ്സിലായോ? ഓക്കെ 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 ശരി. നേരത്തെ സംശയം അടിപ്പിച്ചാള് നമ്മളെ റൂമില. പിന്നെ അപ്പോ ആ കല്ല് ഇവര് അമ്മുന്റെ മുടി കൊടുത്ത് പറ്റിച്ചതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളായ കറാമിത്ത ഒറിജിനൽ അല്ലാത്ത കല്ലാണോ കൊടുത്തത് എന്ന് ഉറപ്പുവരുത്താൻ ഒരു മാർഗവുമില്ല. എന്താണെങ്കിലും ഇന്നുള്ള ഞമ്മക്ക് ഉറപ്പുവരുത്താൻ ഒരു മാർഗവുമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ഉറപ്പുവരുത്തിയിട്ടേ ബർക്കത്തെടുക്കാൻ പാടുള്ളൂ, ഉറപ്പുവരുത്തിയിട്ടേ ആദരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ചേളാരിക്കാരോടും അതുപോലെ തന്നെ വഹാബി മൗദൂദികളോടും ഒന്നടങ്കം ഇതൊരു ചോദ്യമായി ഈ വിനീതൻ ഈ റൂമിൽ ഉന്നയിക്കാൻ കാരണം എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലായോ? ഞാൻ ഒരു 4-5 ദിവസം മുമ്പ് പറഞ്ഞതായിരുന്നു ഇത്. രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അത് അന്ന് കേൾക്കാത്തവരുണ്ട്. അപ്പൊ കേൾക്കാത്തവരോട് പെട്ടെന്ന് ചിന്തിക്കും, എന്താ പതി ഹജറുൽ അസ്വദ് ഇങ്ങനെ ഉറപ്പുവരുത്തണം എന്ന് ഇയാൾ പറയണത് എന്ന് നിങ്ങൾ ചിന്തിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് വീണ്ടും ആവർത്തിച്ചത്. ഇപ്പൊ കേട്ടവർക്ക് സംഗതി മനസ്സിലായോ? അൽഹംദുലില്ലാ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം പ്രസക്തല്ലേ സുഹൃത്തുക്കളെ? ചേളാരിക്കാരും അതുപോലെ തന്നെ വഹാബി മൗദൂദികളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകൾ അത് ആദരിക്കാനും ബഹുമാനിക്കാനും സനദ് വേണം, ഉറപ്പുവരുത്തണം എന്ന് വാദിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ന്യായമായും ഞാൻ അവരോട് ചോദിക്കുന്നു, ഇന്ന് അവരും മുത്തിക്കൊണ്ടിരിക്കുന്ന, അവരും ബർക്കത്തെടുക്കുന്ന ആ ഹജറുൽ അസ്വദ് എന്ന പേരിൽ എന്ന് നമ്മൾ വിശ്വസിച്ചു വരുന്ന, ഇന്ന് അത് ഒരു കല്ലല്ല, എത്ര പീസാണ് സുഹൃത്തുക്കളെ? എത്ര കഷ്ണങ്ങളാണ്? എത്ര കഷ്ണങ്ങളാ? 8 കഷ്ണങ്ങളാണ്. മനസ്സിലായോ? ആ 8 കഷ്ണങ്ങൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ ഖുലഫാഉർ റാഷിദുകൾ അവര് മുത്തിയിരുന്ന ആ ഹജറുൽ അസ്വദ് അക്കല്ല് തന്നെയാണ് എന്നതിന് എന്തുറപ്പാണുള്ളത് എന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യം ഞാൻ ചോദിച്ചത് ന്യായമാണോ അല്ലേ സുഹൃത്തുക്കളെ? അന്യായമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ന്യായല്ലേ? നിങ്ങളൊന്ന് കേൾക്കണ ഒരു ശ്രോതാക്കള്, ഇതിൽ ഉസ്താദുമാരൊക്കെ ഉണ്ടാവുമല്ലോ. അന്യായമാണെന്നുണ്ടെങ്കിൽ ഉസ്താദുമാർക്ക് ആരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിക്കാം. അന്യായമാണ്, അത് ചോദിക്കാൻ പാടില്ല. ഉണ്ടോ? അവരന്ന് ചോദിച്ചിരുന്ന ചോദ്യമാണ് ഇവിടെ പിന്നെ സഖാഫി ഉസ്താദ് അടിക്കണത്. ഐന ത്വയ്റുൽ അബാബീൽ ഐനൽ ഹിജാറത്തു മിൻ സിജ്ജീൽ എന്ന് അന്ന് ഇത് കൊത്തിപ്പൊളിച്ചു കൊണ്ടുപോകുമ്പോൾ, കഅബ തകർക്കുമ്പോൾ ഈ ഖറാമിത്ത വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ്. എവിടെയാണ് സിജ്ജീൽ കല്ലുകൾ? എവിടെ വരട്ടെ? അബാബീൽ എവിടെ? കണ്ടോ? അപ്പൊ ശത്രുക്കളാണ്, ഇതിൽ വിശ്വാസമില്ലാത്തവരാണ് അത് കൊണ്ടുപോകുന്നത്. പിന്നെ അവർ 22 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് നേരെ പല ഭാഗത്തുനിന്നും യുദ്ധം വരും, കൊടുത്തില്ലെങ്കിൽ രക്ഷയുണ്ടാവില്ല എന്നൊരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറയുന്നു, ന്യായമായും അവരേതോ ഒരു കരിങ്കല്ലും ചെയ്ത് കൊടുത്തു. അതാരോ അവിടെ വെച്ചു. എന്താ ഉറപ്പ്? അതാ എന്റെ ചോദ്യം. ഉറപ്പ് വരുത്താതെ ചേളാരിക്കാരെ നിങ്ങൾ എങ്ങനെ ഹജറുൽ അസ്വദ് എന്നുള്ള ആൾക്ക് റസൂലുള്ള മുത്തിയ കല്ലാണെന്നുള്ള ആൾക്ക് മുത്തുള്ളത്? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. SGBയിൽ മൈക്കെടുത്തിട്ട് വഹാബി മൗദൂദികളെ, നിങ്ങൾക്ക് ഏത് നിലക്കാ നിങ്ങളത് മുത്തുന്നത്? അത് റസൂലുള്ള മുത്തിയ കല്ല് തന്നെയാണെന്നുള്ളതിന് എന്തുറപ്പാ നിങ്ങൾക്കുള്ളത്? കൊണ്ടരിങ്ങൾ തെളിവ്, വലത്തോട്ട് തുപ്പാത്ത തെളിവേറ്റ് വരിങ്ങള്. മനസ്സിലാകണ്ട? ഏതുപോലെ അത് വിശ്വാസമുള്ളവരായിരുന്നു കൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ന്യായമായിട്ടും. എങ്ങനെ? ഹജറുൽ അസ്വദ് അത്
അത് മാനിക്കപ്പെടേണ്ടതാണ്, അത് പ്രത്യേകതയുള്ളതാണ്, കഅബ ശരീഫ് ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അക്രമമായിട്ട് കൊണ്ടുപോയതാണെങ്കിൽ അവരുടെ ആ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് അവർ തിരിച്ചു തന്നത് അത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അതിന് വിശ്വാസമില്ലാത്ത ഒരു വിഭാഗമാണ് അത് കൊണ്ടുപോയത്. ഇതുപോലെ ചേളാരിക്കാര് ബോംബെയിൽ നിന്ന് ജാലിയൻവാലയിൽ നിന്ന് മുടി വാങ്ങിക്കൊണ്ടുവന്ന അവർ വിശ്വാസമില്ലാത്തവരാണല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ അവർ ചതിച്ചു, കൊടുത്തവനെ ചതിച്ചു, വഞ്ചിച്ചു. വഞ്ചിച്ചിട്ട് എന്താ അവർ ചെയ്തു? അവരുടെ ഓഫീസ് ജോലിക്കാരി അമ്മു എന്ന് പറയുന്ന അമുസ്ലിം സഹോദരിയുടെ മുടി മുറിച്ചിട്ട് അത് പകരം കൊടുത്തു. മനസ്സിലായോ? അമുസ്ലിമായ ഒരു സ്ത്രീയുടെ മുടി അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? ഈ തലയെക്കെട്ടേർക്ക് അത് കൊടുക്കാൻ പാടുണ്ടോ? അതൊക്കെ വേറെ വിഷയം. അതൊന്നും ചോദിക്കാൻ പാടില്ല അവരോട്. അവരെന്ത് തമ്മാടിത്തം ചെയ്താലും അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അതേസമയം ഇതേ പണി ഈ കറാമിത്ത് ചെയ്തില്ല എന്നെങ്ങനെ ഉറപ്പിക്കും? ഇതാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചേളാരിക്കാരുടെയും വഹാബികളുടെയും ഈ വാദം ഇസ്ലാമിന്റെ അടിത്തറ മാന്തുന്ന വാദമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. മഹാന്മാരായ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ജീവിച്ചിരിക്കുന്നവരും വഫാത്തായിപ്പോയവരുമായ ആലിമീങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്, ഹജ്ജ് എന്ന് പറയുന്നത് അത് സുന്നികൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇക്കെ ഹസൻ മുസ്ലിയാരൊക്കെ നവറല്ലാഹു മർക്കദഹു മഹാനവറുകൾ പ്രസംഗിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഹജ്ജ് എന്നത് സുന്നികൾക്കുള്ളതാണ്, വഹാബിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല. നിങ്ങളങ്ങനെ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഉസ്താദുമാരാരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, പ്രസംഗിക്കണമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ നിങ്ങൾ നോക്കി, ഹജറുൽ അസ്വദ് മുത്ത എന്നുള്ളത്, ഹജറുൽ അസ്വദ് മുതൽ തവാഫ് തുടങ്ങുക എന്നുള്ളതും ഹജറുൽ അസ്വദിനെ ഒന്നിരിക്കെ നെറ്റിവെച്ചും അതിന് അവിടെ ചുംബിക്കുക, അതിന് പറ്റുന്നില്ലെങ്കിൽ കൈകൊണ്ട് അവിടെ ഒന്ന് തൊട്ടിട്ട് ആ കൈ ഒന്ന് ചുംബിക്കുക, ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ അതിന്റെ നേരെ തിരിഞ്ഞിരുന്ന് കയ്യോ വടിയോ നീട്ടിയിട്ട് എന്ത് ചെയ്യുക, അത് ഒന്ന് ചുംബിക്കുക. അങ്ങനെയല്ലേ തവാഫ് തുടങ്ങുന്നത്? ഇല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ലേ ഉസ്താദുമാരെ? അതെ. പക്ഷേ ചേളാരിക്കാർ പോയാൽ ഇനി മേലാൽ അത് ചെയ്യൂല. കാരണം അതാന്നുള്ളതിന് ഉറപ്പില്ല, സനദില്ല. അവിടെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന അക്കല്ലാണെന്നുള്ളത് ഉറപ്പില്ല. 22 കൊല്ലം ഇത് ശത്രുക്കൾ കൊണ്ടുപോയിട്ട് യുദ്ധം വരും അവരെ നേരെ എന്ന് കണ്ടപ്പോൾ അവരേതോ കല്ലിന്റെ പീസുകൾ കൊടുത്തു. ഇത് ഞങ്ങളിരുന്ന് പൊട്ടിയതാണ്, ഇതാണുള്ളത് അറിഞ്ഞിട്ട് അതവിടെ എടുത്തു വെച്ചു. ഇതിലപ്പുറം അതിന് തെളിവ് തരാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാനൊരു വിവരമുള്ള ആളായിട്ടല്ല. ഞാൻ അതുമായി എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ അറിവിൽ പെട്ടിട്ടില്ല. അത് ഉറപ്പ് തരാൻ പറ്റുന്ന ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേളാരിക്കാരുടെ കൂട്ടത്തിലോ വഹാബികളുടെ കൂട്ടത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് മൈക്കിൽ വരാം. അപ്പൊ ഏതാണെങ്കിലും ഹജറുൽ അസ്വദ് മുത്തുന്നതും ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നതും എല്ലാം അവകാശമുള്ളത് ആർക്ക് മാത്രമാണ്? ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ആർക്ക് മാത്രമാണ് സുഹൃത്തുക്കളെ? ശ്രോതാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്ക് മാത്രമാണ്? വേഗടിക്കുകള് അതന്നെ സുന്നികൾക്ക് മാത്രം പറഞ്ഞാൽ പോരാ, AP സുന്നികൾക്ക് മാത്രം. അങ്ങനെ തന്നെ പറയാം, അടിവരട്ട് പറയണം. സുന്നികൾക്ക് മാത്രം പറഞ്ഞാൽ പോരാ, ശത്രുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ AP സുന്നികൾക്ക് മാത്രം. എന്താ കാരണം? നമ്മളെ വാദം തല്ല സുന്നികളുടെ വാദം. യഥാർത്ഥ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ ആദരിക്കാൻ അത് അങ്ങനെ ഉറപ്പുവരുത്തുക, അങ്ങനൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ബോധ്യപ്പെട്ടവരൊന്ന് എസ് അടിച്ചോളി, ബോധ്യപ്പെടാത്തവരുണ്ടെങ്കിൽ നോ അടിച്ചോളി. ബോധ്യപ്പെട്ടോ? ഈ വിഷയങ്ങൾ ശരിക്കും പഠിച്ചോ, മനസ്സിലാക്കിയോ സുഹൃത്തുക്കളെ? ഒരാള് നോ അടിച്ചിട്ടുണ്ട്. ആരാണത്? പുള്ളനൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ മൈക്ക് വിട്ടു.